ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ പൂക്കളം ഞാൻ അബുദാബി നമ്മളവിടെ താമസിക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടാണ്. ഈ പ്രാവശ്യം ഞാൻ ഓണത്തിൻ്റെ ദിവസം തന്നെ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് പൂക്കളമൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. വലുതായിട്ട് അറിയൊന്നുമില്ല, എന്നാലും ഒപ്പിച്ചൊക്കെ ഇടും. അപ്പോൾ നാട്ടിൽ ഇന്നലെ എന്താ പറയുക, വീഡിയോ എടുക്കാൻ പോയിട്ട് എന്താ പറയുക, ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. കോഴിക്കോട്ടെല്ലാം ഭയങ്കര മഴ. നമ്മളാ അത്രയും ഡിഗ്രി ചൂടുന്ന് മഴയത്തേക്ക് വരികയെന്ന് പറഞ്ഞാൽ എല്ലാം അധികമായാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇന്നലെ മഴയായിട്ട് എന്താ പറയുക, ഉച്ച വരെ നല്ല മഴയാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പം പിന്നെ നല്ല മഴ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇന്നലെ നബിദിനോ ഓണവും എല്ലാം കൊളാവുമെന്ന്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല. ചെറിയ മഴ രാവിലെ പെയ്തു, പക്ഷേങ്കിൽ രാവിലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ മാറി. അപ്പോൾ ഇന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മഴയൊന്നും ഇല്ലല്ലോ, ഒന്ന് പുറത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങി ശുദ്ധവായുവെല്ലാം ഒന്ന് ശ്വസിച്ച്. കാരണം ഒരു റൂമിൽ ഇങ്ങനെ നമ്മൾ അടച്ചിട്ട് എന്താ പറയുക ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലം നമ്മളെ വീട്ടിലൊക്കെ വന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴുള്ള സുഖം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗൾഫിൽ താമസിക്കുന്ന എല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ്. എങ്ങനെയെങ്കിലും നമ്മൾ നാട്ടിലെത്തണം, മഴ ആസ്വദിക്കണം. എനിക്ക് ആസ്വദിക്കുന്നതിലുപരി നമുക്ക് ആ ചൂടിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കും. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഇവിടെ വന്നപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഉണ്ട് ഉമ്മ മുറ്റത്ത് വെയിൽ കണ്ടപ്പോൾ കുറേ ഇതൊക്കെ ഉണക്കാനൊക്കെ വെച്ച്, അതായത് മുളകൊക്കെ പൊടിപ്പിക്കാനുണ്ട്, അതെല്ലാം ഒന്ന് ഉണക്കാൻ വെച്ച്. പിന്നെ ഇതൊക്കെ ഉമ്മാൻ്റെയും പാപ്പാൻ്റെയൊക്കെ ചെടികളാണ്. അപ്പോൾ ഇതിലും കൂടുതൽ ചെടികളുണ്ടേനും. പക്ഷെ ഇപ്പോൾ മഴയത്ത് അറിയാമല്ലോ, മഴ അതിനെക്കൊണ്ട് എല്ലാ ചെടികളും നശിച്ചു പോയി. പിന്നെ ഇത് കാട് പിടിച്ച് നിൽക്കുന്നത് നോക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്ക് തന്നെ പുല്ലും കാടും ഒക്കെ ആവും. അതുകൊണ്ട് തന്നെ ഉമ്മക്ക് ഇവിടെ പശുവും ആടും എല്ലാം ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പുല്ലുണ്ടാകുമ്പോൾ പശു ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഉമ്മ എല്ലാം ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ മഴക്കാറ് വേറെ വരുന്നുണ്ട്. എന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞ് ഇല്ലെങ്കിൽ ഇതൊക്കെ പൂത്തു പോകും. കാരണം കഴുകിയിട്ട് ചെറുതായിട്ട് ഉണങ്ങി ഒന്നും കൂടി ഉണങ്ങിയിട്ടൊന്ന് പൊടിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഓണമായതുകൊണ്ട് മില്ലൊന്നും തുറക്കില്ല. അപ്പോൾ നാളെ എന്തായാലും പൊടിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉമ്മാൻ്റെ, അപ്പോൾ ഇതുവരെ അങ്ങനെ വീഡിയോസൊന്നും ഞാൻ എടുക്കില്ല. ഉമ്മാൻ്റെ ചെടിയെല്ലാം ഇങ്ങനെ കാണുന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ഇൻവോൾവ്മെൻറ്റൊന്നും നമുക്കൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ നല്ല രസമല്ല ഇതെല്ലാം കാണാൻ. അപ്പോൾ ഇത് ഉമ്മ ഉണ്ടാക്കിയ മുളക് ഉമ്മ എന്താ പറയുക പൊടിപ്പിക്കാനോ എന്തിനോ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, നമ്മുടെ ബേക്കിലത്തെ വീട്ടിലെ ചേച്ചിയുണ്ട്, നോണയല്ലേ, അങ്ങനെ സദ്യ ഐറ്റംസൊക്കെ കൊണ്ട് നിൽക്ക്. അപ്പോൾ അതാണ് വേറൊരു സന്തോഷം. എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുത്തരും. പക്ഷേ ആ ടേസ്റ്റ് നമ്മൾ കടയിൽ പോയി കഴിച്ചാലൊന്നും ഉണ്ടാവില്ല. അപ്പം വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പോയി കടയിൽ പോയി കഴിക്കുകയാണ് സാധാരണ ചെയ്യുക അല്ലേ. സദ്യയെല്ലാം തിന്നണം അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ കുറേ ഐറ്റംസ് കൊണ്ടുവന്ന് ഒരു വീട്ടിലുണ്ടാക്കിയ എല്ലാ ഐറ്റംസും നമുക്ക് കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ പായസം ഉണ്ട്, ഇത് പാൽപ്പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പായസം. അതുപോലെ തന്നെ ഇതെന്താ പൈനാപ്പിൾ പച്ചടിയോ കിച്ചടിയോ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. പിന്നെ നല്ല സാമ്പാർ, പിന്നെ പച്ചടി, പിന്നെ അത് ഉമ്മ രാവിലത്തെ കറി വീട്ടിലുണ്ടാക്കിയ കറി തന്നെയാണ്. പിന്നെ അവിയൽ. എന്ത് വേണം പിന്നെ നാട്ടിൽ വന്നിട്ട് ഇതിൽ കൂടുതൽ എന്ത് വേണം. ഞാനിങ്ങനെ ഇന്നലെ വിചാരിച്ചു ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുത്തരണമെന്ന്. പിന്നെ ഉമ്മ ഇന്നലെ മീൻ വാങ്ങിയിട്ട് നല്ല മത്തി പൊരിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് എന്തായാലും നല്ല സമൃദ്ധിയായ ഊണ്. അപ്പോൾ ഊണ് കഴിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ നേരത്തെ കൊണ്ടുത്തന്നു ചേച്ചി. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാം നാട്ടിലാണ് എന്തൊരു സുഖമല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.